സ്വർണവില പിടിതരാതെ പായുകയാണ്. ഇന്നും സ്വർണവില ഉയർന്നു. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 140 രൂപ വർദ്ധിച്ച് 14,830 രൂപയായി. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 1,18,640 എന്ന നിലയിലെത്തി. 18 കാരറ്റിന് 12,185 രൂപയാണ് ഗ്രാമിന് വില. ഒരു പവന് 97,480 രൂപയാണ് വില. 14 കാരറ്റ് ഗ്രാമിന് 9,485 രൂപയും പവന് 75,880 രൂപയുമായി വില. 9 കാരറ്റ് സ്വർണം ഗ്രാമിന് 6,115 രൂപയും പവന് 48,920 രൂപയുമാണ് വില. വെള്ളി വില ഗ്രാമിന് 285 രൂപ. കേരളത്തിലെ ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന സ്വർണ്ണവില രേഖപ്പെടുത്തിയത് 2026 ജനുവരി 29-നാണ്. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 16,395 രൂപയും പവന് 1,31,160 രൂപയുമായിരുന്നു അന്ന് രേഖപ്പെടുത്തിയ വില. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളും ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളുമാണ് പ്രാദേശിക വിപണിയിലും സ്വർണ്ണവില ഉയരാൻ കാരണമായത്. സ്വർണ്ണാഭരണങ്ങൾ വലിയ തോതിൽ വിൽക്കപ്പെടുന്ന കേരള വിപണിയിൽ വില വർധനവ് ഉപഭോക്താക്കൾക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ആഗോള വിപണിയിൽ സ്വർണ്ണവില കാര്യമായി വർദ്ധിച്ചിട്ടില്ല. $5,176 ഇന്നത്തെ വില. കഴിഞ്ഞ ദിവസവും ഏകദേശം ഇതേ വിലയിലായിരുന്നു. അതേസമയം കേരളത്തിൽ വെള്ളിയുടെ വിലയിൽ ഇന്ന് ഇടിവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 15 രൂപയാണ് കുറഞ്ഞത്. 285 രൂപയാണ് ഇന്ന് 1 ഗ്രാമിന്റെ വില. 10 ഗ്രാമിന് 2,850 രൂപ നൽകണം. സ്വർണം കയറുകയും വെള്ളിയുടെ വില ഇടിയുകയും ചെയ്തു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഉയർന്ന വിലയിലും സാധാരണ സ്വർണത്തോടാണ് ഇപ്പോഴും ഉപഭോക്താക്കൾക്ക് താല്പര്യമെങ്കിലും റോസ് ഗോൾഡ് അല്ലെങ്കിൽ വൈറ്റ് ഗോൾഡ് ഡിസൈനുകൾക്ക് 9 കാരറ്റ് സ്വർണമാണ് കൂടുതൽ അനുയോജ്യമെന്നാണ് ജ്വല്ലറി ഉടമകൾ പറയുന്നത്. പരിശുദ്ധ സ്വർണത്തിന്റെ അളവ് കുറവായതിനാൽ ഉയർന്ന കാരറ്റുള്ള സ്വർണത്തിന്റെ തിളക്കമുള്ള മഞ്ഞ നിറം ഇതിനില്ല. എങ്കിലും ഈട് നിൽക്കുന്നതിലും താങ്ങാനാവുന്ന വിലയിലും ഇതൊട്ടും പിന്നിലുമല്ല. ഇന്ത്യയിലടക്കം ഒട്ടുമിക്ക വിപണികളിലും സ്വർണ്ണവില റെക്കോർഡ് നിലവാരത്തിലേക്ക് അടുക്കുമ്പോൾ സ്വർണത്തിന്റെ ആകർഷണം നിലനിർത്തുന്ന എന്നാൽ ബജറ്റിന് അനുയോജ്യമായ ഓപ്ഷനുകളിലേക്ക് ആളുകളുടെ ആവശ്യം മാറുകയാണ്. നിലവിൽ 50,000 രൂപയിൽ താഴെയാണ് 9 കാരറ്റ് സ്വർണത്തിന് കേരളത്തിൽ വില. കൃത്യമായി പറഞ്ഞാൽ 48,480 രൂപ മാത്രം. ഗ്രാമിന് 6,060 രൂപയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ്.